ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും ക്യൂട്ടാട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്നത്തെ വീഡിയോ ഓർക്കിഡ് വിശേഷങ്ങളാണ്. നമ്മൾ കുറേ ആയി ഓർക്കിഡിനെ കുറിച്ച് പറഞ്ഞിട്ട്. അപ്പോൾ കുറേ ആളുകൾ ഇപ്പോൾ ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, നിങ്ങളെന്താ ഇപ്പോൾ ഓർക്കിഡ് വീഡിയോ ഒന്നും ചെയ്യാത്തതെന്ന്. അപ്പോൾ നമുക്കിനി ഓർക്കിഡിൻ്റെ സീസണായി തുടങ്ങുകയാണ്. മഴക്കാലം വരാറായി. ഓർക്കിഡ് ഇഷ്ടപ്പെടുന്നവർക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സമയമാണ് മഴക്കാലം. കാരണം നമ്മളെ ഫെലനോപ്സിസിലും അതുപോലെ ഡെൻഡ്രോബിയത്തിലും ഒക്കെ നിറയെ പൂക്കൾ വരുന്ന സമയമാണ്. അതുമാത്രമല്ല, നമ്മൾ ഓർക്കിഡിന് വളരെയധികം കെയർ കൊടുക്കേണ്ട ഒരു സമയം കൂടെയാണ് ഈ മഴക്കാലം കേട്ടോ. എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമുള്ള ഒരു പ്ലാന്റാണ് ഓർക്കിഡ്. പക്ഷേ പലർക്കും പേടിയാണ് ഓർക്കിഡ് വളർത്താൻ. എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് ഓർക്കിഡിന് ഭയങ്കര കെയറിങ് വേണം. മാത്രമല്ല കേട്ടോ, ഓർക്കിഡിന് അത്യാവശ്യം റേറ്റ് ഉണ്ടല്ലോ, അതുകൊണ്ടുകൂടെയാണ് പലരും ഓർക്കിഡ് വാങ്ങാൻ മടിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ പൂക്കളുടെ ഭംഗി കാണുമ്പോൾ നമുക്കത് ഭയങ്കരമായിട്ട് വാങ്ങിക്കാൻ ആഗ്രഹവും ഉണ്ടാകും. ഇപ്പോൾ സീഡ്ലിങ്സൊക്കെ ഇഷ്ടം പോലെ കിട്ടാനുണ്ടല്ലോ. അപ്പോൾ ഈ മെച്യൂർ പ്ലാന്റ് വാങ്ങാതെ സീഡ്ലിംഗ് ഒക്കെ വളർത്തി തുടങ്ങുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഈ ഓർക്കിഡിനെ കുറിച്ചിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഒരുപാട് ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ. ഈ ഓർക്കിഡ് വളർത്താൻ ഭയങ്കര എളുപ്പമാണ്. മറ്റുള്ള ചെടികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ സിമ്പിളായിട്ട് കെയറിങ് കുറച്ച് മതി. നമ്മൾ കൂടുതലായിട്ട് കെയർ ചെയ്യുമ്പോഴാണ് പ്ലാന്റിന് പ്രശ്നം വരുന്നത്. അപ്പോൾ കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് പറയാം. ഇപ്പോൾ ഞാൻ വന്നിട്ടുള്ളത്, ഞാനിപ്പോൾ ഈ സീസണിക്ക് വേണ്ടിയിട്ട് എൻ്റെ പ്ലാന്റിൽ എന്തെല്ലാം ചെയ്യാൻ പോണത് എന്നുള്ളതാണ് കാണിക്കുന്നത്. ഇതെൻ്റെ കഴിഞ്ഞ സീസണിലെ ഫ്ലവേഴ്സാണ്. ഇത് കണ്ടിട്ട് കുറേ ആളുകൾ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങളെ പ്ലാന്റിന് നിങ്ങൾ എന്തെല്ലാം ആണ് കെയറിങ് ആണ് കൊടുക്കുന്നത്, എന്തൊക്കെ വളങ്ങൾ കൊടുക്കാറുണ്ട്, വേറെ എന്തൊക്കെയാണ് ചെയ്യാറുണ്ട്, എല്ലാതും ഒന്ന് വീഡിയോ ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പേഴ്സണലി വന്നിട്ട് കേട്ടോ. അപ്പോൾ അന്നേരം എനിക്ക് അത്ര തന്നെ അങ്ങോട്ട് വീഡിയോ ചോദിക്കുന്നവരോട് ഞാൻ ഡയറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കാറുണ്ട് ഞാൻ ചെയ്യുന്നതൊക്കെ. പക്ഷേ വീഡിയോ ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ എന്തായാലും ഈ സീസണിൽ ഞാൻ വീഡിയോ ആയിട്ട് തന്നെ ചെയ്ത് തുടങ്ങാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഓരോ സമയത്തും ഞാൻ എന്തൊക്കെയാണ് വളങ്ങൾ കൊടുക്കുന്നത്, ഞാൻ എൻ്റെ പ്ലാന്റിന് എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഓരോ എപ്പിസോഡായിട്ട് വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. എന്തായാലും ഇന്ന് മെയ് 20 കേട്ടോ. മെയ് 20 ഞാൻ എൻ്റെ ഓർക്കിഡ് ഗാർഡനിൽ എന്തൊക്കെ ചെയ്തു എന്നുള്ളത് ഞാൻ ഇന്ന് കാണിക്കാം. അടുത്ത വീഡിയോയിൽ അടുത്ത സ്റ്റെപ്പ് എന്താണെന്നുള്ളതും കൂടെ കാണിക്കാം കേട്ടോ. അപ്പോൾ വീഡിയോയിലോട്ട് പോണതിന് മുന്നേ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് വന്നിട്ടുള്ള കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോലെ, പിന്നെ നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്കും കൂടെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ആദ്യം ചെയ്യാൻ പോണത് കുറച്ച് വിഷമമുള്ളൊരു സംഭവമാണ്. എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കഴിഞ്ഞ സീസണിൽ വന്നിട്ടുള്ള സ്പൈക്കുകൾ നമ്മൾ അതുപോലെ നിർത്തിയിട്ടുണ്ടല്ലോ. അതായത് കുറച്ച് കഴിയുമ്പോൾ അതിൽ ഒന്നുകിൽ ബേബി പ്ലാന്റ്സ് വരും, അതല്ലെങ്കിൽ അതിൻ്റെ അറ്റത്ത് വീണ്ടും സ്പൈക്കിൽ നിന്ന് ബഡ്സ് വന്ന് പൂക്കളുണ്ടാവുമെന്ന് കരുതി നമ്മൾ അതുപോലെ നിർത്തിയിട്ടുള്ള കുറേ സ്പൈക്കുകൾ നമ്മുടെ ഫെലനോപ്സിസിലുണ്ടാകും. അപ്പോൾ കുറേ എണ്ണത്തിൽ എൻ്റെത് ഫ്ലവേഴ്സ് വരുന്നുണ്ട്, ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചിലതിൽ തൈകളൊക്കെ വന്നിട്ടുണ്ട്, അതൊക്കെ ഓക്കെയാണ്. പക്ഷേ ഞാനെന്താ ചെയ്യാറ് എന്നുള്ളതെന്ന് വെച്ചാൽ, തൈകളൊക്കെ ഫസ്റ്റ് ടൈമാണ് കേട്ടോ വരുന്നത്. അത് നിങ്ങൾ വിചാരിക്കും കുറേ കാലങ്ങളായിട്ട് എൻ്റെ അടുത്ത് ഓർക്കിഡ് ഉണ്ട്, അതുകൊണ്ട് തന്നെ കുറേ തൈകളൊക്കെ ഉണ്ടാകുമെന്നൊന്നും വിചാരിക്കണ്ട. ഫസ്റ്റ് ടൈമാണ് എനിക്ക് തൈകളൊക്കെ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ സ്പൈക്കുകളൊക്കെ നമ്മൾ
കട്ട് ചെയ്ത് ഒഴിവാക്കണം കേട്ടോ. ഞാൻ ചെയ്യൽ കഴിഞ്ഞ സീസണിലും ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട്. ഇപ്രാവശ്യം അത് തന്നെ ഞാൻ ചെയ്യണത്. ഞാൻ സ്പൈക്ക് അതിൽ നിർത്തണില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചിലപ്പോൾ ഈ സീസണിലും ആ സ്പൈക്കിൽ ഒരുപാട് ഫ്ലവേഴ്സൊക്കെ ഉണ്ടാകും. പക്ഷേ ഈ സ്പൈക്ക് ഇങ്ങനെ നീണ്ടു പോയിട്ട് അറ്റത്ത് കുറേ പൂക്കളുണ്ടാകുമ്പോൾ അതെനിക്കൊരു ഭംഗിയായിട്ട് തോന്നാറില്ല. അപ്പം അതുകൊണ്ട് ഞാൻ എപ്പോഴും എന്താ ചെയ്യുക, ഈ സ്പൈക്കുകളൊക്കെ കട്ട് ചെയ്തിട്ട് പുതിയ സ്പൈക്ക് വന്ന് അതിൽ കൊലയായിട്ട് പൂക്കളുണ്ടാവുന്നത് കാണാനാണ് എനിക്കിഷ്ടം. അപ്പോൾ ഞാൻ ഈ പഴയ തൈകളില്ലാത്ത പിന്നെ എല്ലാ സ്പൈക്കും കട്ട് ചെയ്യും കേട്ടോ. ഇത് ഞാൻ ലാസ്റ്റായിട്ട് വാങ്ങിച്ച ഫെലനോപ്സിസാണ്. അഗ്രിബീസിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. നല്ല വലിയ പ്ലാന്റാണ്. അതിലത്തെ ഫ്ലവർ നാശമായിട്ടൊന്നുമില്ല. പക്ഷേ ഇച്ചിരി വിഷമത്തോട് കൂടിയിട്ടാണെങ്കിലും ഞാൻ ആ പ്ലാന്റിലെ സ്പൈക്കും കട്ട് ചെയ്തു കേട്ടോ. ഇതെനിക്ക് ആദ്യമായിട്ട് ഒരു സ്പൈക്കിൽ വന്നിട്ടുള്ള ബേബി പ്ലാന്റാണ്. 2 പ്ലാന്റ് ഉണ്ട് കേട്ടോ. ഒരു പ്ലാന്റിൽ 2 ബേബി പ്ലാന്റ് വന്നിട്ടുണ്ട്. അത് ഞാൻ ആ സ്പൈക്ക് അതുപോലെ നിർത്തുക കേട്ടോ. കാരണം ബേബി പ്ലാന്റ് വളരെ ചെറുതാണ്. കുറച്ചുകൂടെ വലുതാവണമെങ്കിൽ എന്തായാലും ആ ഒരു മദർ പ്ലാന്റിൽ അത് നിൽക്കണം. എന്നിട്ട് മാത്രമേ നമുക്ക് അത് അത്യാവശ്യം 3-4 ലീഫൊക്കെ വന്നതിന് ശേഷം മാത്രമേ നമുക്കത് മാറ്റിയിട്ട് നടാൻ പറ്റുള്ളൂ. അപ്പോൾ ആ സ്പൈക്ക് ഞാൻ അതുപോലെ നിർത്തിയിട്ടോ. അത് ഞാൻ കട്ട് ചെയ്തിട്ടില്ല. പിന്നെ ബാക്കിയുള്ളതെല്ലാം കട്ട് ചെയ്തു. ഫ്ലവർ അടക്കം ബഡ്സ് അടക്കം മൊത്തം സ്പൈക്കും ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്ലാന്റിലുള്ള ഇതേപോലെ ഡാമേജ് ആയതോ അതല്ലെങ്കിൽ യെല്ലോ കളറൊക്കെ ആയിട്ടുള്ള ലീഫുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കണം കേട്ടോ. ഇത് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റില്ല. പൂർണ്ണമായിട്ട് യെല്ലോ കളർ ആയിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ 2 പിളർത്തിയതിന് ശേഷം ചീന്തി എടുക്കണം കേട്ടോ. അതല്ലെങ്കിൽ ഇതിൻ്റെ ബാക്കി ഭാഗം അവിടെ പറ്റി പിടിച്ച് പിന്നീട് അത് ഇൻഫെക്ഷൻ വരാൻ സാധ്യത ഉണ്ട്. അപ്പോൾ മുഴുവനായിട്ട് കിട്ടണമെങ്കിൽ ഇതേപോലെ ചീന്തി എടുക്കണം കേട്ടോ. അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ സ്പൈക്ക് കട്ട് ചെയ്തതും അതുപോലെ ലീഫ് കട്ട് ചെയ്തതും ഒക്കെ ആയിട്ടുള്ള പ്ലാന്റുകളുണ്ടല്ലോ, അവർക്ക് നമ്മൾ ആ കട്ട് ചെയ്ത ഭാഗത്ത് കൂടെ ഇൻഫെക്ഷൻ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്, അതായത് നമ്മൾ നനയ്ക്കുമ്പോഴൊക്കെ വെള്ളം നിന്നിട്ട് സംഭവിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ടാഗ്മൈസിൻ, അതായത് ഒരു ആൻറ്റിബയോട്ടിക്കാണ് പ്ലാന്റിന് കൊടുക്കണത്, അത് ഒരു നുള്ളെടുക്കുക, ഒരു പിഞ്ച്. അതിലേക്ക് നമ്മൾ കുറച്ച് സാഫും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊരു പേസ്റ്റ് ആക്കിയിട്ട് ബ്രഷ് ഉപയോഗിച്ച് നമ്മൾ ആ സ്പൈക്ക് കട്ട് ചെയ്ത ഭാഗത്തും ലീഫ് കട്ട് ചെയ്ത ഭാഗത്തും തേച്ച് പിടിപ്പിക്കുക. ഇനി 1-2 ദിവസത്തേക്ക് പ്ലാന്റ് നനയ്ക്കണ്ട കേട്ടോ. അഥവാ നമുക്ക് നല്ല വെയിലാണ്, പ്ലാന്റിനൊക്കെ നല്ല ക്ഷീണം ഉണ്ടെങ്കിൽ ജസ്റ്റ് ആ വേരിൽ മാത്രം നനവ് കൊടുക്കുക. ഈ ലീഫ് കട്ട് ചെയ്ത ഭാഗത്തേക്കോ അതല്ലെങ്കിൽ സ്പൈക്ക് കട്ട് ചെയ്ത ഭാഗത്തേക്കോ ഒന്നും വെള്ളം വീഴാത്ത രീതിയിൽ നനയ്ക്കുക കേട്ടോ. പൊതുവേ ഇപ്പോൾ നമുക്ക് ഒരു മഴയുടെ മൂടലുണ്ട്, അതുകൊണ്ട് തന്നെ വല്ലാണ്ട് ചൂടില്ലല്ലോ. അപ്പോൾ നനക്കാണ്ടിരിക്കാവും ഏറ്റവും നല്ലത്. അഥവാ ഇനി നനക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ റൂട്ടിൽ മാത്രം നനയ്ക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പ് ഞാൻ അടുത്ത് തന്നെ ഒരു വീഡിയോ ചെയ്യാം. ഞാനിത് ചെയ്തിട്ടുള്ളത് 20-ാം തീയതിയാണ്, പക്ഷേ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് 23-ഓ 24-ഓ ഒക്കെ ആകാം. എന്ന് കരുതി നിങ്ങളൊന്നും വൈകിയിട്ടില്ല കേട്ടോ, എൻ്റെ കൂടെ തന്നെ തുടങ്ങിക്കോളൂ. ഇനി ഞാൻ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അഭിപ്രായങ്ങൾ കമൻറ്റും കൂടെ ചെയ്യണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഓക്കെ, പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ഗുഡ് ബൈ, താങ്ക് യു.